ഹായ് ഓൾ. ഇന്ന് എങ്ങനെയാണ് നമുക്ക് ക്യാരി ബാഗ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഒരു ബേബീസിന് ക്യാരി ബാഗ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. ഞാൻ യൂസ് ചെയ്യുന്ന മോംകോസിയുടെ ക്യാരി ബാഗാട്ടോ. അത് ഭയങ്കര നല്ലതാണേ. ഓക്കെ, ആദ്യം ഈ മോംകോസിയുടെ ആണെങ്കിൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബീസ് ഡെവലപ്പ് ആവുന്നതനുസരിച്ച് അല്ലെങ്കിൽ വളരുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഇവിടെ ബട്ടൺ ഉണ്ട് കേട്ടോ. അതനുസരിച്ച് നമുക്ക് സൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമേ. അതുപോലെ തന്നെ നമ്മൾ ബേബി ഒത്തിരി വലുതാവുകയാണെങ്കിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഊരി കൊടുത്താൽ മതി കേട്ടോ. ഇത് ഊരി കറക്റ്റ് ആക്കിയാൽ മതിയേ. അന്നേരം ഇങ്ങനെയാട്ടോ നമ്മൾ മോംകോസിയുടെ ബാഗ് നമ്മൾ ഇടുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഈ അടിഭാഗത്തെ ഈ ബെൽറ്റ് ഇടണം. ഓക്കെ, നമ്മുടെ ഈ കേവില്ലേ അതിൻ്റെ ആ ഭാഗത്തായിട്ടാട്ടോ ഇടേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ബേബീസിനെ പിടിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കണം. ഓക്കെ, അന്നേരം ഈ കേവിൻ്റെ ഇവിടെ ആയിട്ട് ഇടണം കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ അരയുടെ അവിടെയല്ല ഇടണ്ടേ, ഈ വയറിൻ്റെ ഈ ഭാഗത്തായിട്ട് കേട്ടോ. ഇത് കണ്ടോ, ഞാനിവിടെ ടക്കിങ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ ഇനി കുറച്ചും കൂടെ കൂട്ടണോ അല്ലെങ്കിൽ കുറച്ചും കൂടെ മുറുക്കണമെങ്കിൽ അതനുസരിച്ച് ഇവിടെ ഇങ്ങനെ മുറുക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അന്നേരം ഇങ്ങനെ വന്നു. ഓക്കെ, ബെൽറ്റിൻ്റെ ആ പോർഷൻ ഇങ്ങനെ വന്നു. ഇതല്ല, ഇനി നമ്മൾ ചെയ്യേണ്ട ഇവിടെ ആട്ടോ ബേബീസിനെ കിടത്തണ്ടേ. ഇപ്പം ബേബി ഒരു 2 മന്ത് 3 മന്ത് അത്രേ ഉള്ളൂ എന്ന് വയ്ക്കും. അന്നേരം ചെറിയ ബേബീസാണ്. ചെറിയ ബേബീസ് ആവുമ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ വെക്കുമ്പം ബേബീസിൻ്റെ തല നമുക്കിങ്ങനെ കിസ് ചെയ്യാൻ പറ്റണം എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ കിസ് ചെയ്യാൻ പറ്റുന്നതാണ് കറക്റ്റ് ലെങ്ത് എന്ന് പറയുന്നത്. കുഞ്ഞു ബേബീസ് ആവുമ്പോൾ അത്ര ഇല്ലല്ലോ. അന്നേരം നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അന്നമോക്ക് ഒരു 3 മന്തൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ യൂസ് ചെയ്താട്ടോ അതേ ഇതുപോലത്തെ ഒരു സ്ലിംഗ് ലൈൻ ക്ലോത്ത്, ഇങ്ങനത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് യൂസ് ചെയ്താൽ മതിയേ. അന്നേരം ഞങ്ങളുടെ മിഡ് വൈഫ് പറഞ്ഞു 3 മന്ത് തൊട്ട് ബേബീനെ എന്ന് പറഞ്ഞാൽ ന്യൂ ബോൺ ബേബീസിനെ തൊട്ടേ നമുക്ക് ഇങ്ങനെ ക്യാരി ബാഗിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അവരുടെ സ്പൈനൽ കോഡ് ഉണ്ടല്ലോ ബാക്കിലെ അത് നേരെ നിൽക്കണം. അതാട്ടോ അവർ മീൻ ചെയ്യുന്നുള്ളൂ. വേറെ എല്ലാം കൊണ്ടും ബേബീസിനെ അങ്ങനെ പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളോട് ഇവിടെ മിഡ് വൈഫ് പറഞ്ഞേ. അന്നേരം ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോത്ത് എടുത്തു, ഇങ്ങനെ ഫോൾഡ് ചെയ്തു. എന്നിട്ട് അവളെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ വെച്ചിട്ട് അവളെ ഇങ്ങനെ കയറ്റിയിരുത്തി. അന്നേരത്തേനും അവളുടെ ബമ്പ് ഇങ്ങനെ ഒരു കുഷ്യൻ പോലെ അടിയിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ വെച്ചു. അന്നേരം കുറച്ചും കൂടെ പൊങ്ങി നിൽക്കുമല്ലോ. അങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം കേട്ടോ. ഇപ്പം അന്നമോക്ക് ഇച്ചിരിയും കൂടെ ലെങ്ത് ആയതുകൊണ്ട് ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നേരെ ഇങ്ങനെ തന്നെ വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം നമുക്കിനി അന്നമോളെ കയറ്റി ഇരുത്താവേ. ബേബീസിനെ ഒരു 5 to 6 months വരെ നമുക്ക് ഇങ്ങനെയാട്ടോ വെക്കാവുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾഡ് ചെയ്ത് നമ്മളിങ്ങനെ ഹഗ് ചെയ്ത് പിടിക്കുന്ന പോലെ ബാക്കിലേക്കാണേ വെക്കാവുള്ളൂ. ഇങ്ങനെയാട്ടോ വെക്കാവുള്ളൂ. അവരെ മുമ്പോട്ട് തിരിച്ചിരുത്തരുത് കേട്ടോ. എന്നിട്ട് ഇവളെ ഇങ്ങനെ കയറ്റി ഇരുത്തിയിട്ട് ഇതല്ലോ ഇവിടെ നിന്ന് ഇതിങ്ങനെ അങ്ങ് പൊക്കി കൊടുത്താൽ മതി. ഇതല്ലോ ഇങ്ങനെ പൊക്കി കൊടുക്കണം. ഇങ്ങനെ പൊക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ കഴുത്തിൻ്റെ ഇവിടെ ഹെഡിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ വരെയും മാത്രമേ ഇത് വരാവുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മളതനുസരിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തോണം കേട്ടോ. പിന്നെ അവരുടെ കാല് എം പോലെ ഇരിക്കണം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞു കൂടിയോ ഇങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല. എം ഇങ്ങനെ കണ്ടോ, എം ആയിരിക്കണം അവരുടെ കാലിൻ്റെ അവിടെ വരേണ്ടത്. എന്നിട്ട് ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ഞാൻ ഈ പോർഷൻ ആദ്യം ഇടുവാണേ. ഇതെടുത്തു, ഇതിലേ ഇങ്ങനെ കൊണ്ടുവരുവാണ്. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ടക്കിങ് ചെയ്യാൻ പാകത്തിന് ഒരു പോർഷൻ ഉണ്ട് കേട്ടോ. എന്നെ അടിച്ചക്കടേ എന്നെ നോക്കണേ. കണ്ടോ, അന്നേരം ഒരു ഏരിയ ഞാൻ ഫിക്സ് ചെയ്ത് കേട്ടോ. കണ്ടോ, ക്രോസ് ആയിട്ടാണ് വെക്കുന്നത്. നമ്മൾ ഇന്ത്യ പോലെ ഇങ്ങനെ ക്രോസ് ചെയ്താട്ടോ വെക്കുന്നത്. ഒരെണ്ണം ഫിക്സ് ചെയ്തു. ഇനി അടുത്തത് ഇതാണ്. ഇത് ഞാനിങ്ങനെ എടുത്തു, ഇതിലേ എടുത്ത് ഇത് കണ്ടോ ക്രോസ് ആയത് കണ്ടോ, ക്രോസ് ആയത് കണ്ടോ. ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ എടുത്ത് ഇതും ടക്കിങ് ചെയ്തു കണ്ടോ. എന്നിട്ട് ഇവരുടെ കൈയൊക്കെ കറക്റ്റായിട്ടാണോ ഇരിക്കണേ എന്നൊക്കെ ഒന്ന് നോക്കിയാലേ കേട്ടോ. ഇത്രയും വലുതായതുകൊണ്ട് ആളുടെ അത്രയും അങ്ങ് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല.
ന്യൂ ബോൺ ബേബീസൊക്കെ ആണെങ്കിൽ കൈയും കാലും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം. പിന്നെ ഈ സ്പൈനൽ കോഡിൻ്റെ ഇവിടെ കറക്റ്റ് നേരെയാണോ, അതെങ്ങനെ നമ്മളിങ്ങനെ കൂച്ചു കൂട്ടിയാണോ വെച്ചിരിക്കുന്നത് എന്നും കറക്റ്റായിട്ട് നോക്കണം. പിന്നെ ഇവിടെ എം പോലെ ആയിരിക്കണം കേട്ടോ, ഇവിടെ എം പോലെ ആയിരിക്കണേ, കണ്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, ഈസി ഈസി. അപ്പം ഞങ്ങളുടെ അന്നമോളുടെ മൊയിലുകുട്ടൻ തൊപ്പിയൊക്കെ വെച്ച് ഞങ്ങളൊന്ന് പുറത്ത് വരെ പോവുകയാണേ. കുറച്ച് പരിപാടിയുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ ബൈ. അന്നമോളെ സീ യു. അന്നമോൾ എന്നെ കാര്യമായിട്ട് നോക്കുക, എന്താ ഈ അമ്മ ഈ പറയുന്നേന്ന് വെച്ചോണ്ടായിരിക്കും. ഓക്കെ ബൈ.